ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഉച്ചകോടികളും വേദികളുമാണ്. അപ്പോൾ നമുക്ക് അടുത്തിടെ നടന്നിട്ടുള്ള ഉച്ചകോടികളുടെ വേദികളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഇനി വരുന്ന ഏതൊരു പരീക്ഷയ്ക്കായാലും പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ഒരു മാർക്ക് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്, ഉച്ചകോടികളുടെ വേദികളൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ്, ചെറിയൊരു ക്ലാസ്സാണ്. നിങ്ങൾ ഈ ക്ലാസ് മാക്സിമം കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഒരു മാർക്ക് എന്തായാലും ഷുവറാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. ഉച്ചകോടികളും വേദികളും നോക്കാം നമുക്ക്. ഉച്ചകോടികളും വേദികളും ഫസ്റ്റ് തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് G20 ഉച്ചകോടിയാണ് കേട്ടോ. G20 ഉച്ചകോടി 18ാമത് എത്രാമത് ഉച്ചകോടിയാണ് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചണം. 18ാമത് G20 ഉച്ചകോടി 2023 നടന്നത് ഇന്ത്യയിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം 18ാമത് G20 ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2023 ഇന്ത്യയിലാണ് നടന്നത്. അതുപോലെ തന്നെ 19ാമത് G20 ഉച്ചകോടി 2024 നടന്നത് റിയോ ഡി ജനീറോ, ബ്രസീൽ. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 19ാമത് G20 ഉച്ചകോടി 2024 നടന്നത് എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീൽ. ബ്രസീലിലെ റിയോ ഡി ജനീറോ നഗരത്തിലാണ് 19ാമത് G20 ഉച്ചകോടി 2024 നടന്നത്. അതുപോലെ തന്നെ 20ാമത് ലേറ്റസ്റ്റ് ആണ് 20ാമത് G20 ഉച്ചകോടി 2025 നടന്നത് ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് 20ാമത് G20 ഉച്ചകോടി 2025 നടന്നത്. ക്ലിയർ ആണ്? അപ്പോൾ ഒന്നുകൂടെ പറയാം. G20 ഉച്ചകോടി 18ാമത് G20 ഉച്ചകോടി 2023 നടന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ 19ാമത് G20 ഉച്ചകോടി 2024 നടന്നത് എവിടെയാണ്? റിയോ ഡി ജനീറോ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് 19ാമത് G20 ഉച്ചകോടി 2024 നടന്നത്. അതുപോലെ തന്നെ 20ാമത് G20 ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? ജോഹന്നാസ്ബർഗ്, സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗ് നഗരത്തിലാണ് 20ാമത് G20 ഉച്ചകോടി 2025 വേദി കേട്ടോ. ക്ലിയർ ആണേ? അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP29 ഉച്ചകോടി 2024 നടന്നത് അസർബൈജാൻ, ബാക്കു കേട്ടോ. അസർബൈജാനിലെ ബാക്കു എന്ന നഗരത്തിലാണ് COP29 ഉച്ചകോടി 2024, അതായത് 2024 കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബാക്കു, അസർബൈജാൻ കേട്ടോ. അതുപോലെ തന്നെ COP30 നോട്ട് ചെയ്ത് വെച്ചോണേ. COP30 അഥവാ കാലാവസ്ഥ ഉച്ചകോടി 2025 നടന്നത് എവിടെയാണ്? ബ്രസീലിലെ ബെലം എന്ന് പറഞ്ഞ നഗരത്തിലാണ്. നഗരത്തിലാണ് COP30 ഉച്ചകോടി 2025 വേദി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. കാലാവസ്ഥ ഉച്ചകോടിയാണ്. കാലാവസ്ഥ ഉച്ചകോടി 2024 COP29 നടന്നത് ഏത് നഗരത്തിലാണ്? ബാക്കു, അസർബൈജാൻ. അതുപോലെ തന്നെ COP30 ഉച്ചകോടി 2025 കാലാവസ്ഥ ഉച്ചകോടി അഥവാ COP30 ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2025 ബ്രസീലിലെ ബെലേം എന്ന് പറഞ്ഞ നഗരത്തിലാണ് കേട്ടോ. ക്ലിയർ ആണ്? അടുത്ത നമ്മൾ G7 ഉച്ചകോടി 50ാമത് G7 ഉച്ചകോടി 2024 നടന്നത് എവിടെയാണ്? ഇറ്റലിയിലെ അപുല്യ എന്ന് പറഞ്ഞ നഗരത്തിലാണ് കേട്ടോ. അപ്പോൾ നോട്ട് ചെയ്തോണേ. 50ാമത് G7 ഉച്ചകോടി 2024 നടന്നത് ഇറ്റലിയിലെ അപുല്യ നഗരത്തിലാണ്. അതുപോലെ തന്നെ 51ാമത് നോട്ട് ചെയ്തോണേ. 51ാമത് ലേറ്റസ്റ്റ് ആണ്. 51ാമത് G7 ഉച്ചകോടി 2025 നടന്നത് കാനഡയിലെ ആൽബർട്ട എന്ന് പറഞ്ഞ നഗരത്തിലാണ് കേട്ടോ. ആൽബർട്ട, കാനഡ കേട്ടോ. ഒന്നുകൂടെ ഞാൻ പറയാം. G7 ഉച്ചകോടി 50ാമത് G7 ഉച്ചകോടി 2024 നടന്നത് എവിടെയാണ്? ഇറ്റലിയിലെ അപുല്യ എന്ന് പറഞ്ഞ നഗരത്തിലാണ്. അപ്പം ഇറ്റലിയിലെ അപുല്യ എന്ന് പറഞ്ഞ നഗരത്തിലാണ് 50ാമത് G7 ഉച്ചകോടി 2024 നടന്നത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ 51ാമത് നോട്ട് ചെയ്തോണേ. 51ാമത് G7 ഉച്ചകോടി 2025 നടന്നത് വേദി എവിടെയാണ്? കാനഡയിലെ ആൽബർട്ട. അപ്പോൾ എന്താണ്? കാനഡയിലെ ആൽബർട്ട എന്ന് പറഞ്ഞ നഗരത്തിലാണ് 51ാമത് G7 ഉച്ചകോടി 2025 വേദി. ക്ലിയർ ആണ്? അപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോവാം. ബ്രിക്സ് ഉച്ചകോടി 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റഷ്യയിലെ കസാൻ എന്ന് പറഞ്ഞ നഗരത്തിലാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? കസാൻ, റഷ്യയിലെ കസാൻ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ 2025 ബ്രിക്സ് ഉച്ചകോടി വേദി എവിടെയാണ്? 17ാമത് ബ്രിക്സ് ഉച്ചകോടി അഥവാ 2025 വേദി എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണേ. അത് എഴുതാൻ മറന്നു പോയതാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. 2024 16ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? റഷ്യയിലെ കസാൻ നഗരമാണ്.
അതുപോലെ തന്നെ 2025 നോട്ട് ഇതാണ് 17ാമത് ബ്രിക്സ് ഉച്ചകോടി. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? ബ്രസീൽ മറക്കരുതേ. അടുത്ത നമുക്ക് നോക്കാം. ലോക പരിസ്ഥിതി ദിനാഘോഷ വേദിയാണ്. ലോക പരിസ്ഥിതി ദിനാഘോഷ വേദി 2024 ലോക പരിസ്ഥിതി ദിനാഘോഷ വേദി എവിടെയാണ്? സൗദി അറേബ്യ കേട്ടോ. സൗദി അറേബ്യ. അത് പറയുമ്പോൾ അതിൻ്റെ പ്രമേയോട് അങ്ങ് പഠിച്ചു പോകണം. ഭൂമി പുനഃസ്ഥാപനം, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം കേട്ടോ പ്രമേയമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ 2025 ലോക പരിസ്ഥിതി ദിനാഘോഷ വേദി എവിടെയാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയ ആണ് കേട്ടോ. റിപ്പബ്ലിക് ഓഫ് കൊറിയ. പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. ലോക പരിസ്ഥിതി ദിനാഘോഷ വേദി ലോക പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ 2024 വേദി എവിടെയാണ്? സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷ വേദി എവിടെയാണ്? സൗദി അറേബ്യ. പ്രമേയം എന്താണ്? 2024 ഭൂമി പുനഃസ്ഥാപനം, മരുഭൂകരണം, വരൾച്ച പ്രതിരോധം. ക്ലിയർ ആണ്. അതുപോലെ തന്നെ ലോക പരിസ്ഥിതി ദിനാഘോഷ ലോക പരിസ്ഥിതി ദിനാഘോഷ 2025 വേദി എവിടെയാണ്? റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ്. പ്രമേയം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കൽ. 2025 പ്രമേയമാണ്. അതുപോലെ തന്നെ അടുത്തത് നാറ്റോ ഉച്ചകോടി. 2024 75ാമത് നാറ്റോ ഉച്ചകോടി എവിടെയാണ്? വാഷിങ്ടൺ DC ആണ് കേട്ടോ. വാഷിങ്ടൺ DC US ആണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ 2025 76ാമത് നാറ്റോ ഉച്ചകോടിയുടെ വേദിയാണ് നെതർലൻഡ് കേട്ടോ. നെതർലൻഡിലെ ഹേഗ് നഗരത്തിലാണ് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം. നാറ്റോ ഉച്ചകോടി. നാറ്റോയുടെയൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. എല്ലാ സംഘടനയെ പറ്റിയും നമ്മൾ ക്ലാസ് ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പഴയ വീഡിയോസ് എടുത്തു നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. നാറ്റോ ഉച്ചകോടി 2024 75ാമത് നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? വാഷിങ്ടൺ DC യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 2025 76ാമത് നാറ്റോ ഉച്ചകോടി വേദി എവിടെയാണ്? നെതർലൻഡിലെ ഹേഗ് നഗരം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഒരു ഉച്ചകോടികളും വേദികളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു ക്ലാസ്സാണ്. മാക്സിമം നിങ്ങൾക്ക് പ്രയോജനപ്രദമാവുന്ന രീതിയിലുള്ളൊരു ക്ലാസ്സാണ്. 1 മാർക്ക് എന്തായാലും ഇനി വരുന്ന അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എക്സാമിന് ഇതിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഇതുപോലുള്ള കറണ്ട് അഫെയർസിൻ്റെ ക്ലാസ് എല്ലാം നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ്. മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക. ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നോട്ട് ഞാൻ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ്. താങ്ക് യു ഓൾ.